ലീഡർ കെ കരുണാകരൻ്റെ മകനാണ് കെ മുരളീധരൻ. എല്ലാവർക്കും അറിയാം. കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ലോകത്തിൻ്റെ എവിടെയുണ്ടെങ്കിലും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കെ കരുണാകരൻ. അച്ഛൻ്റെ ശീലങ്ങൾ പലതും സ്വായത്തമാക്കിയ മകൻ എന്നുള്ള നിലയിൽ കെ മുരളീധരനും ചില വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകാറുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പക്ഷേ ചാനലുകൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ എല്ലാം തന്നെ KPCCയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഉപേക്ഷിച്ചുകൊണ്ട് കെ മുരളീധരൻ നാട് വിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്ത നൽകാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ ജാഥ അല്ലെങ്കിൽ ആ യാത്ര തകർന്നു പോയി എന്നുള്ളത് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമിക്കുന്നതിനിടയിലാണ് കെ മുരളീധരൻ തിരിച്ച് പന്തളത്തേക്ക് യാത്രയായത്. പരിപാടിയിൽ പങ്കെടുക്കാനായി കെ മുരളീധരൻ ഗുരുവായൂരിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് അതിവേഗം തിരിച്ചിരിക്കുന്നു. കാർ മാർഗമാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 7 മണിയോടെ അദ്ദേഹം പരിപാടിക്ക് എത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. നേതൃത്വം ഇടപെട്ട് മുരളീധരനെ അനുനയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരമൊരു വാർത്ത കണ്ട മുരളീധരൻ ഞെട്ടുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. കാരണം മുരളീധരൻ ഉൾപ്പെടെയുള്ള 4 നേതാക്കൾ നയിക്കുന്ന യാത്രകൾ കേരളത്തിൻ്റെ 4 ഭാഗത്തു നിന്നും വന്ന് ആ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ച് ഇന്ന് പന്തളത്ത് അതൊരു വലിയ പദയാത്രയായി അവസാനിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇന്നലത്തോടുകൂടി മുരളീധരൻ ഉൾപ്പെടെയുള്ള ജാഥ ലീഡർമാരുടെ കാര്യങ്ങൾ അവസാനിച്ചു. ഇന്ന് ആ പദയാത്രയിൽ പങ്കെടുക്കുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ 1-ാം തീയതി ആയതുകൊണ്ട് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി ഗുരുവായൂരിൽ എത്തുകയും ഈ പരിപാടിക്ക് മുരളീധരൻ ഇല്ലെങ്കിലും അത് പ്രശ്നമില്ല എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂരിൽ എത്തിയത് മുതൽ വലിയ വാർത്തകൾ മാധ്യമങ്ങൾ നൽകി തുടങ്ങി. അതോടെ ഈ KPCCയുടെ യാത്ര പൊളിഞ്ഞുവെന്നും മുരളീധരൻ ഉടക്കി പിരിഞ്ഞുവെന്നുമൊക്കെ വാർത്ത കാണുമ്പോൾ കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളിൽ ഒരാൾ എന്നുള്ള നിലയിൽ കെ മുരളീധരൻ തിരിച്ചു വരികയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് തൻ്റെ അഭാവം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എത്താം എന്ന് പറഞ്ഞാണ് കെ മുരളീധരൻ ഗുരുവായൂരിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് അല്ലെങ്കിൽ പന്തളത്തേക്ക് യാത്ര തിരിച്ചത്. വ്യക്തിപരമായ കാരണത്താൽ വിശ്വാസ സംരക്ഷണ യാത്രാ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചതാണ്. കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ശരിയെന്നും നേതൃത്വം പറഞ്ഞതുമാണ്. എന്നാൽ ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി താൻ കാരണം തൻ്റെ പാർട്ടി പ്രതിസന്ധിയിലാകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറും എടുത്ത് അതിവേഗം അദ്ദേഹം പന്തളത്തേക്ക് ചീറിപ്പാഞ്ഞത്. ഇന്നലെയാണ് 4 ക്യാപ്റ്റന്മാർ നയിച്ച വിശ്വാസ സംഗമയാത്ര ചെങ്ങന്നൂരിൽ സംഗമിച്ചത്. കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബന്നി ബഹനാൻ എന്നിവരായിരുന്നു ആ ജാഥ ക്യാപ്റ്റന്മാർ. യാത്രയ്ക്ക് ശേഷം കെ മുരളീധരൻ എല്ലാവരോടും പറഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂരിലേക്ക് മടങ്ങിയത്. എന്നിട്ടും ഇത്രയും അധികം ഒരു പൊല്ലാപ്പുണ്ടാക്കാൻ മാധ്യമങ്ങളും മറ്റുള്ളവരും ശ്രമിച്ചതിൽ മുരളീധരൻ തൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ക്ഷീണം വരുത്തില്ല എന്നുള്ള കടുത്ത പ്രഖ്യാപനമാണ് എടുത്തിരിക്കുന്നത്. അതാണ് അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി പന്തളത്ത് എത്താമെന്ന് ഉറപ്പിച്ചതും 7 മണിക്ക് തന്നെ പന്തളത്തെത്തി തൻ്റെ പ്രവർത്തകരെ, തന്നിൽ വിശ്വാസമർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കാണും എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ഏതായാലും പാർട്ടിയുടെ മുകളിൽ ഒരു തരി മണ്ണ് വീഴുന്നത് ഇഷ്ടമല്ല തനിക്ക് എന്ന് പ്രഖ്യാപിച്ച മുരളീധരൻ തന്നെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളുടെ മുനയൊടിച്ചത്.